സുപ്രീം കോടതി ഇന്നലെ വളരെ സുപ്രധാനമായിട്ടുള്ള കോടതിയുടെ 9 അംഗ ഭരണഘടനാ ബെഞ്ച്, അതാണ് സുപ്രീം കോടതിയുടെ 9 അംഗ ഭരണഘടനാ ബെഞ്ച് സുപ്രധാനമായിട്ടുള്ള ഒരു നിരീക്ഷണം നടത്തിയിരിക്കുകയാണ്. അത് വലിയ മൗലികമായിട്ടൊരു ചോദ്യമാണ്. മതപരിഷ്കരണ നിയമങ്ങളെ ന്യായീകരിക്കാൻ ഭരണഘടനയെ ഉപയോഗിക്കാം എന്നാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതി അതിൽ അണ്ടർ മീനിങ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, കവർ ചെയ്തിരിക്കുന്നത് ഒരു മതനിരപേക്ഷ രാജ്യത്ത് എന്നുള്ളത് കൂടെ ചേർക്കണം. അത് ഭരണഘടനയെ ഉപയോഗിച്ചുകൊണ്ട് മതപരിഷ്കരണ നിയമങ്ങളെ ന്യായീകരിക്കുന്നത് ശരിയാണ്. എന്ത് തോന്നുന്നു രാജഗോപാലിന്? ഇത് ശബരിമല ക്ഷേത്രത്തിലെ യുവതീ പ്രവേശനവും തുടർന്നുണ്ടായ ഉത്തരവുകളും കോടതി വിവാദങ്ങളുടെയും പശ്ചാത്തലത്തിൽ ആ വിഷയം ഭരണഘടനയുടെ 9 അംഗ ബെഞ്ച് പരിഗണിക്കാൻ വിട്ടതിന് മേലാണ് ഈ കമൻ്റ് ഉണ്ടായത്. അതായത് ഒരു പരിഷ്കാരം, സാമൂഹിക പരിഷ്കരണം അല്ലെങ്കിൽ പരിഷ്കരണം എന്ന പേരിൽ ചില നിയമങ്ങൾ ഉണ്ടാക്കാൻ ഭരണഘടനയെ ദുർവിനിയോഗം ചെയ്യുന്നു സർക്കാർ എന്നാണ് കോടതി പരോക്ഷമായി ഈ സംശയം പ്രകടിപ്പിക്കലിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു സ്വാതന്ത്ര്യത്തെ, മതത്തിൻ്റെ സ്വാതന്ത്ര്യം, മതപരമായ സ്വാതന്ത്ര്യത്തെ ഭരണഘടനയുടെ ചില വകുപ്പുകൾ ഉപയോഗിച്ച് ധ്വംസിക്കാനുള്ള ശ്രമമാണ് ഈ ശബരിമല സംഭവത്തിലൂടെ വെളിവായത് അല്ലെങ്കിൽ നടത്തിയതെന്നാണ് കോടതി പരോക്ഷമായി സൂചിപ്പിച്ചത്. വളരെ യുവതീ പ്രവേശനം അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെറ്റായിരുന്നു. വളരെ രൂക്ഷമായ, വളരെ ദീർഘവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നിരീക്ഷണമാണ്. വിധിയല്ല, പക്ഷെ എങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തെ നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഈ യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ കേസ് കോടതിയിലെത്തിച്ചത്, അല്ലെങ്കിൽ ആദ്യം ഇതിൻ്റെ തുടക്കമിട്ടത് ഈശ്വര വിശ്വാസമില്ലാത്ത ജനസമൂഹമാണ്, അല്ലെങ്കിൽ ജനത്തിൻ്റെ പ്രതിനിധികളാണ്. വിശ്വാസ കാര്യങ്ങളിൽ ഇടപെടാൻ അവിശ്വാസികൾക്ക് എന്ത് അവകാശമെന്ന ചോദ്യമാണ് ഈ സംഭവത്തിൽ ആദ്യം കോടതി ഉന്നയിച്ച ചോദ്യം. ഇത് രണ്ടാമത്തെ ചോദ്യമാണ് കോടതി ഉന്നയിക്കുന്നത്, അടിസ്ഥാനപരമായ ചോദ്യം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അഞ്ചംഗ ബെഞ്ച്, പഴയ അഞ്ചംഗ ബെഞ്ചിന്റെ വിധി, അതിന്റെ സ്പിരിറ്റ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ ചോദ്യം ചെയ്യലിലൂടെ കോടതി ഇരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു വെളിച്ചത്തിലായിരിക്കും. എന്ന് മാത്രമല്ല, ആ ബെഞ്ചിൻ്റെ തലവനായ ചീഫ് ജസ്റ്റിസ് പോലും ഇത്തരത്തിലുള്ള, അതായത് അതൊരു ഒരു ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തെയും മതവിശ്വാസത്തെയും ഹരിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണെന്ന് പല പ്രാവശ്യമായി ഭംഗ്യന്തരേണ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നത്, ആത്യന്തികമായി ഇക്കാര്യത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്ന വിധി സ്ത്രീ പ്രവേശനം പാടില്ല, അല്ലെങ്കിൽ മുമ്പ് എങ്ങനെയായിരുന്നു യുവതീ പ്രവേശം അത് മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ നിലനിർത്തണം. ഇതിന് എതിരായിട്ട് ഇപ്പോൾ, അതായത് സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന ആവശ്യത്തെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് ഈ കേസ് ഫയൽ ചെയ്ത 1-2 ആളുകളും ചില അഭിഭാഷകരും വളരെ ചുരുങ്ങിയ ആൾക്കാരാണ്. കേരള ഗവൺമെന്റ് ഇപ്പം അതിനെ അനുകൂലിക്കുന്നില്ല. അന്ന് അവർ അനുകൂലിച്ചു, പക്ഷെ ഇപ്പോൾ അവരെ അതിനെ അനുകൂലിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് അനുകൂലിക്കുന്നില്ല. കേരള ഗവൺമെന്റ് ഘടകം കരഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് പണ്ടും അത് തന്നെയായിരുന്നു നിലപാട്. പിന്നെ ആദ്യത്തെ ഈ അഞ്ചംഗ ഭരണഘടനയുടെ മുമ്പിൽ വളരെ നിർണായകമായ, അല്ലെങ്കിൽ ഒരു ഡിസിസീവായ ഒരു അഭിപ്രായം കേന്ദ്ര ഗവൺമെന്റ് അന്ന് മുന്നോട്ട് വച്ചിട്ടില്ലായിരുന്നു. എനിക്ക് രാജഗോപാലിന് അവിടെ ചോദിക്കാനുള്ള ചോദ്യം, പക്ഷേ RSS യുവതീ പ്രവേശനത്തെ ന്യായീകരിച്ചു, ഓർഗനൈസർ ന്യായീകരിച്ചു. അതിനെ എങ്ങനെ RSS യുവതീ പ്രവേശത്തെ അനുകൂലിക്കുകയാണ് ചെയ്തത്. അത് അവരുടെ ആദർശപരമായ സ്റ്റാൻഡാണ്. അതായത് മൊത്തത്തിൽ സ്ത്രീ പുരുഷ അവകാശം പ്രാർത്ഥനയ്ക്കും മതപരമായ കാര്യങ്ങളിലും തുല്യമായി വേണം എന്നതാണ് അവരുടെ അഭിപ്രായം. അത് തെറ്റല്ല. പക്ഷെ ശബരിമല ഒരു പ്രത്യേക കേസാണ്. ശബരിമല ഒരു ഒറ്റപ്പെട്ട കേസാണ്. ആ ഒറ്റപ്പെട്ട കേസ് അതിന്റെ ബോധ്യം അവർക്കുണ്ടാവാൻ പറ്റിയില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ അന്ന് ആ നിലപാടെടുത്തത്. പക്ഷേ അതേ ഗവൺമെന്റ്, അല്ലെങ്കിൽ ആ RSSന്റെ ഒക്കെ പിന്തുണയുള്ള ഗവൺമെന്റ് ഇന്ന് പറയുന്നത് വ്യക്തമായി അവർ പറയുന്നുണ്ട്. തെറ്റ് അവർ മനസ്സിലാക്കി എന്ന് പറയാം. ഓക്കെ. അപ്പം രാജഗോപാലെ, മതനിരപേക്ഷ രാജ്യത്ത് ഒരു മതത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് സുപ്രീം കോടതി വരെ രാജ്യവും പറയേണ്ട കാര്യമില്ല. വാസ്തവത്തിൽ സുപ്രീം കോടതി തന്നെ പലതവണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ ഏക
സിവിൽ അതെ, കോഡാണ് അതെ. രാജ്യത്തിന്റെ. തീർച്ചയായും. കാര്യം അതിനപ്പുറം വേറൊന്നുമില്ല. ഏക സിവിൽ കോഡ് നിങ്ങളങ്ങ് പാലിക്കുക. അതെ അതെ അതിന് ലംഘനം ഉണ്ടായാൽ മാത്രം കോടതി ഇടപെടുക. ഓരോ മതത്തിന്റെയും ഓരോരോ നൂറ് അന്ധവിശ്വാസങ്ങളിലും വിശ്വാസങ്ങളിലും കോടതി ഇടപെടേണ്ട കാര്യമല്ല. അല്ല, അത് സംസ്ഥാന ഗവൺമെന്റുകൾക്കോ കേന്ദ്ര ഗവൺമെന്റിനോ അന്ധവിശ്വാസ വിരുദ്ധ നിയമം തീർച്ചയായും കർണാടകത്തിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്. ഉണ്ട്. അതുപോലെ നിയമം കൊണ്ടുവരിക എന്നുള്ളത് അതെ, മാത്രമേ അതെ, ഉള്ളൂ. അതിനപ്പുറം ഒന്നുമില്ല. അല്ല, ഇവിടെ നമുക്ക് വേറൊരു കാര്യം കൂടെ വളരെ പ്രധാനം ചർച്ച ചെയ്യാനുണ്ട്. അതായത് ഇത് കഴിഞ്ഞ് ഇപ്പം ശബരിമല പ്രവേശനം, യുവതീ പ്രവേശനം മാത്രമല്ല ചർച്ച ചെയ്യുന്നത്. അല്ല അല്ല മുസ്ലിം സ്ത്രീകൾക്ക് അമ്പലത്തിൽ പ്രവേശിക്കാനുള്ള അവകാശം, ആ. ബോറ പോലുള്ള വിഭാഗങ്ങൾ അതെ. സ്ത്രീകളിലെ ഈ സുന്നത്ത് ചെയ്യുന്നത്, സുന്നത്ത് കർമ്മം നിർവഹിക്കുന്നത്, ചേലാകർമ്മം എന്നാണ് അതിന്റെ പേര്. അതെ. ആ കർമ്മം ന്യായീകരിക്കത്തക്കതാണോ എന്നുള്ള രണ്ട് എല്ലാം ഉണ്ട്. അതൊക്കെ ഈ കേസിന്റെ പരിഗണനയിൽ അതൊക്കെ വരും. അപ്പൊ വരുന്ന വിധി ഇതിനൊക്കെ ബാധകവുമായിരിക്കും. അതെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിനെല്ലാം കോടതിയുടെ സമീപിക്കാതെ തന്നെ ഏക പരിഹാരം ഏകീകൃത സിവിൽ കോഡാണ്. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അത് അതെന്താണ് കേന്ദ്ര ഗവൺമെന്റ് അല്ല, അത് ഉറപ്പാണ്. 2026 അവസാനിക്കുന്നതിന് മുമ്പ് ആ നിയമം പ്രാബല്യത്തിൽ വരും. പല സംസ്ഥാനങ്ങൾ ഒറ്റയ്ക്ക് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ഒരു സന്ദർഭത്തില് പ്രസംഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു, ഈ 4ഉം 5ഉം വിവാഹം കഴിക്കുന്നതും ഒക്കെ വലിയ താമസമില്ലാതെ നിർത്തലാക്കും, അതിനുള്ള നിയമം വരുന്നുണ്ട്. ഇത് വളരെ പരസ്യമായിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവർ ദീർഘകാലമായിട്ട് ഇതിലുണ്ട്. അപ്പൊ ഈ ഓരോരോ സംസ്ഥാനങ്ങളിലും നടപ്പാക്കുന്നത് ഒരു ടെസ്റ്റ് കേസ് എന്നുള്ള രീതിയിലാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സംസ്ഥാനങ്ങളിലുണ്ടാകുന്ന നിയമങ്ങളെ കുറേശ്ശെ നടപ്പാക്കി അതിനെയൊക്കെ ക്രോഡീകരിച്ച് കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ടായിരിക്കും അവസാനം കേന്ദ്രത്തിന്റെ ബില്ല് വരുന്നത്. അത് വരുന്നതോടുകൂടി ഈ പ്രശ്നങ്ങളെല്ലാം ശാശ്വത പരിഹാരം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അതൊരു തീർച്ചയായിട്ടും ഒരു നല്ല തീരുമാനം തന്നെയാണ്. ആ രീതിയിലുള്ള പരിഹാരമാണ് വേണ്ടത്. ഇനിയും പല നിരീക്ഷണങ്ങൾ വരുന്നുണ്ട്. ആ നിരീക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ യുവതീ പ്രവേശനം അനുകൂലിക്കാത്ത തരത്തിലുള്ള നിരീക്ഷണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഇന്നലെ ഭരണഘടനാ ബെഞ്ചിലാണ് ഈ ചോദ്യം ഉന്നയിച്ചത്. ഭരണഘടനയുടെ 25(2)B വകുപ്പ് പ്രകാരം സർക്കാരിനുള്ള ചില അധികാരങ്ങൾ സംബന്ധിച്ച് ഈ ചോദ്യം ഉന്നയിച്ചത് പിന്നെ ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചിയാണ്. അതെ. പിന്നെ നേരത്തെയൊക്കെ ഇതിനെ യുവതീ പ്രവേശനത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തിയത് ജസ്റ്റിസ് നാഗരത്ന. അപ്പം മൊത്തത്തിൽ ഇപ്പോൾ ഈ 9 അംഗ ബെഞ്ച് വേറെ എതിർത്തുള്ള നിരീക്ഷണങ്ങൾ നടത്താത്തത് കൊണ്ട് ഏകദേശം യുവതീ പ്രവേശനം എന്ന് പറയുന്ന അതൊരു വൃഥാ വ്യായാമമായിരുന്നു എന്നുള്ളത് വരുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾ സുപ്രധാനമാണെങ്കിലും മതസ്വാതന്ത്ര്യവും നിർണായകമാണെന്ന് മുതിർന്ന അഭിഭാഷകൻ, ജഡ്ജിയല്ല, അഭിഭാഷകനായിട്ടുള്ള ഗോപാൽ സുബ്രഹ്മണ്യൻ പ്രതികരിച്ചിട്ടുണ്ട്. ഭരണഘടനയുടെ 25-ാം വകുപ്പ് ഉപയോഗിച്ചുള്ള നിയമനിർമ്മാണത്തിൽ വളരെ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. സെൻസിറ്റീവാണ്. അല്ല, അത് ഈ പറഞ്ഞ പോലെ ഈ ഹിന്ദു മതസ്ഥാപനങ്ങൾ പൊതു താല്പര്യം മുൻനിർത്തി എല്ലാത്തിനുമായി തുറന്നു കൊടുക്കുന്ന തരത്തിൽ ഗവൺമെന്റിന് ഇടപെടാവുന്ന ഒരു നിയമമാണത്. അതാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത്. അപ്പൊ അത്തരം നിയമങ്ങൾ കുഴപ്പമുണ്ടാകും, മതസ്വാതന്ത്ര്യത്തെയോ വ്യക്തി സ്വാതന്ത്ര്യത്തെയോ ഹനിക്കുന്നതാവരുത് എന്നാണ് കോടതി പറഞ്ഞത്. അതെ, അപ്പൊ അത് വളരെ വ്യക്തമാണ്. വളരെ വ്യക്തമാണ്. ദുരുപയോഗമാണ് എന്നതിന്റെ സൂചനയാണത്. ഒരു ഉദാഹരണം പറഞ്ഞ വട്ടിയൂർക്കാവിലെ മുൻ ഡി ജി പി ശ്രീലേഖ മത്സരിച്ച അവിടുത്തെ ക്ഷേത്രത്തിനകത്ത് പോലീസ് കടന്നു കയറി. വേറെ ഏതെങ്കിലും ഒരു മതത്തിന്റെ സ്ഥാപനമാണെങ്കിൽ ചോരപ്പുഴകൾ ഇരുമായിരുന്നില്ല. അവിടുത്തെ മത പാഠശാലയിൽ കടന്നു കയറി പുസ്തകങ്ങൾ എല്ലാം വലിച്ചെറിഞ്ഞു. ഹിന്ദുമത ഗ്രന്ഥങ്ങളാണ്. അത് മതനിന്ദയായിട്ട് കണ്ടുകൊണ്ട് അതിന്റെ ഒരു കലാപം അടക്കാൻ വേണ്ടിയിട്ട് പട്ടാളത്തെ ഇറക്കേണ്ടി വരില്ല, വെടിവയ്പ് വേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വിധി തീർച്ചയായിട്ടും ഭാഗത്ത് നിന്ന് ഉണ്ടാവും തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.